Good morning. രണ്ട് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. സോറി, പറയട്ടെ. നമ്മുടെ കഴിഞ്ഞ ബാച്ചിന് അവർക്ക് എക്സാം ആണ് മൺഡേ. അതുകൊണ്ട് അവരോടൊന്ന് സംസാരിച്ച് 2 മിനിറ്റ് പോയതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അഥവാ ഞാൻ 2 മിനിറ്റ് വൈകുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് അതൊന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. അവർക്ക് മൺഡേ എക്സാം ആണ്. ഓക്കെ, നമ്മള് എവിടെയാ നമ്മള് ക്ലാസ് പറഞ്ഞത്? മെഡിക്കൽ ഇൻഷുറൻസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു അല്ലേ? തുടങ്ങി ഫൈനൽ അല്ല മൊഡ്യൂൾ എക്സാം. നെക്സ്റ്റ് എടുത്ത എല്ലാവരും മെഡിക്കൽ ഇൻഷുറൻസ്. 1-2 കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു വെച്ചായിരുന്നു അല്ലെ? ഇൻഷുർഡ് ആരാണ്? നമുക്ക് പേജാണ്. Insured ആരാണ്? Insured is the person or business that gets compensated if the loss occurs. നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുമ്പോൾ ആ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയാണ് ആര്? ഇൻഷുർഡ് എന്ന് പറയുന്നത്. നമുക്കൊരു അപകടം പറ്റി, നമുക്കാണ് നഷ്ടപരിഹാരം കിട്ടുന്നത് അല്ലെ? ആ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയാണ് നഷ്ടപരിഹാരം കിട്ടുന്ന വ്യക്തി. പേഴ്സൺ ഓർ ബിസിനസ് that get compensated. അതാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറഞ്ഞു ഇൻഷുറർ ആരാണ്? കമ്പനിയാണ്. നമുക്ക് കോമ്പൻസേഷൻ തരാമെന്ന് സമ്മതിക്കുന്ന അല്ലെങ്കിൽ കോമ്പൻസേഷൻ തരുന്ന ആ കമ്പനിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. Is the company that agree to pay the compensation. ആ കോമ്പൻസേഷൻ തരാമെന്ന് പറയുന്ന എഗ്രി ചെയ്യുന്ന കമ്പനി അതാണ് ആര്? ഇൻഷുറർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻഷുർഡ് ഇൻഷുററിന് അടയ്ക്കുന്ന പൈസ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രീമിയം. വെറുതെ ആരും പൈസ തരുമല്ലോ. നമ്മള് മന്ത്ലി പ്രീമിയം ആയിട്ട് ഇത്ര എമൗണ്ട് വീതം നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ ആ പോളിസിനെ ബേസ് ചെയ്തിരിക്കും. എത്ര രൂപയുടെ പോളിസിയാണ് നമ്മൾ എടുത്തേക്കണേ അതിനനുസരിച്ച് മന്ത്ലി ഒരു എമൗണ്ട് വീതം നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി is an agreement between an insurer and an individual or group in which the insurer agreed to provide specific health insurance cover at a particular premium. എന്താ പറഞ്ഞേക്കുന്നത്? is an agreement. Health insurance policy എന്ന് പറയുന്നത് എന്താ? is an agreement between an insurer and an individual group. ശരിക്കും ഒരു എഗ്രിമെന്റ് ആണ്. എന്ത് എഗ്രിമെന്റ്? which the insurer agree. ഇൻഷുറർ എഗ്രി ചെയ്യാണ്, ആ കമ്പനി നമ്മളോട് എഗ്രി ചെയ്യാണ് to provide specific health insurance cover at a particular premium. ഒരു പ്രത്യേക പ്രീമിയത്തിന് നിർദ്ദിഷ്ട ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകാമെന്ന് അവർ സമ്മതിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് ഇത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു കേട്ടോ. Dash is an agreement between an insurer and an individual group in which the insurer agree to provide specific health insurance cover at a particular premium. ഇനി അടുത്ത് നോക്കിയേ, ക്ലെയിം ആണ്. എന്താണ് ക്ലെയിം എന്ന് പറയുന്നത്? എന്താണ്? A person's request for payment by an insurer of a loss covered by a policy. എന്താ ക്ലെയിം? നമുക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ ഏതൊക്കെ എന്തെങ്കിലും പറ്റി ഞാനിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഒരുപാട് മെഡിക്കൽ എക്സ്പെൻസ് എനിക്ക് അവിടെ വരും. അപ്പൊ ഞാനിവിടെ എനിക്ക് ഇങ്ങനെ പറ്റി, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് എനിക്ക് അതിന്റെ ഇത് ക്ലെയിം എന്താ പറയാ, എനിക്ക് ക്ലെയിം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു പേഴ്സൺ, ആ വ്യക്തി കൊടുക്കുന്ന റിക്വസ്റ്റ് ആണ് ക്ലെയിം എന്ന് പറയുന്നത്. ഞാൻ ആ പോളിസിയിൽ എനിക്ക് ഉണ്ടായ നഷ്ടം തന്നം എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റ് ആണ് ഇൻഷുർഡ് കൊടുക്കുന്ന ആ റിക്വസ്റ്റ് അല്ലെ? അപ്പൊ വെറുതെ തരുമോ? ആ കാര്യം കമ്പനീനെ അറിയിക്കണം. ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് നമ്മൾ പ്രീമിയം ഒക്കെ ഇങ്ങനെ അടച്ചോണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അപ്പോഴാണ് നമുക്കൊരു ആക്സിഡന്റ് പറ്റിയത്, എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ള കാര്യം, അപ്പൊ എനിക്ക് പൈസ വേണം, എനിക്ക് ആ ഇൻഷുറൻസ് എമൗണ്ട് എനിക്ക് കിട്ടണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുമല്ലോ. ആ കാര്യം കമ്പനീനെ നമ്മൾ അറിയിക്കണമല്ലോ.
അതാണ് ആ പേഴ്സന്റെ ആ റിക്വസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്ലെയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എ പേഴ്സൺ റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ്, പേയ്മെന്റ് നമുക്ക് വേണം എന്ന് പറഞ്ഞുള്ള പേഴ്സന്റെ റിക്വസ്റ്റ് ആരോട്, ബൈ ആൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി. ഇൻഷുററിനോട്, ആ കമ്പനിയോടുള്ള റിക്വസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അവിടെ രണ്ട് ക്ലൈമുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലൈം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലൈം ഉണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലൈം എന്ന് പറഞ്ഞാൽ എന്താ, ക്ലൈം മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം ക്ലൈം. ഇപ്പൊ ഞാനേ എന്താ, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ക്ലൈമിനെയാണ് ഫസ്റ്റ് പാർട്ടി ക്ലൈം എന്ന് പറയുന്നത്. യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ തന്നെ പറയാം. ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോയി, എനിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും പറ്റി, അപ്പൊ ഞാൻ ഇൻഷുറൻസ് കമ്പനിനെ അറിയിക്കും. അപ്പൊ അവര് നോക്കിയിട്ട് അവര് വന്ന് അല്ലെങ്കിൽ അതിന്റെ വെറുതെ ഇതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കണമല്ലോ. ഇപ്പൊ അഡ്മിറ്റ് ആയതിന്റെ അതിന്റെ ബില്ലുകൾ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ എല്ലാ പ്രൂഫുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ അവര് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് അതിന്റെ പൈസ തരികയാണ്, ക്ലെയിം ചെയ്ത് തരും അല്ലെ. അപ്പൊ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് പറയുന്നതാണ് ആ ക്ലെയിം അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ക്ലെയിം മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. ഇനി അടുത്ത് നോക്കിയേ, തേർഡ് പാർട്ടി ക്ലെയിം. തേർഡ് പാർട്ടി ക്ലെയിം എന്താ? തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാ, തേർഡ് പാർട്ടി ഇപ്പൊ നമ്മൾ ചിലപ്പോ നമ്മള് പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ മിക്കവാറും തേർഡ് പാർട്ടി ക്ലെയിം ചെയ്താൽ തന്നെ വണ്ടി അല്ലെ, തേർഡ് ഇൻഷുറൻസ് ചെയ്ത് തരും നമുക്കത്. വണ്ടിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ വണ്ടിക്ക് തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ടാക്കും. എന്താ നമുക്ക് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോ ആർക്കെങ്കിലും എന്റെ വണ്ടി ഇടിച്ചിട്ട് അയാൾക്ക് പരിക്ക് പറ്റി, അപ്പൊ കമ്പനി എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള നഷ്ടപരിഹാരം തരണ്ടേ? ആ തേർഡ് പാർട്ടി ക്ലെയിം അതാണ് അങ്ങനെ പറയുന്നത്. അതായത് മൂന്നാമതൊരാൾക്കും, എനിക്കും ആ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, ഞാനുണ്ട്, പിന്നെ മൂന്നാമതൊരാൾ. എന്റെ വണ്ടി ഇടിച്ച് വേറൊരാൾക്ക് അവിടെ അപകടം പറ്റി, അപ്പൊ എന്റെ ഇൻഷുറൻസ് കമ്പനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിന്റെ പൈസ തരേണ്ടി വരാം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു കമ്പനിയുടെ ഒരു കമ്പനിയുടെ പേരിൽ ക്ലെയിമിന് അവകാശപ്പെടുന്നതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ വണ്ടി ഇടിച്ച് അപകടം പറ്റിയ ആള് എന്റെ കമ്പനിയോടല്ലേ പറയുള്ളൂ അല്ലെ, എന്റെ ഇൻഷുറൻസ് കമ്പനിയോടല്ലേ അവർക്ക് കാശ് ചോദിക്കാൻ പറ്റുള്ളൂ. അതാണ് ഏത് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലാക്കി വെക്കാട്ടോ. അപ്പൊ ഞാനും എന്റെ ഇൻഷുറൻസ് കമ്പനിയും അല്ലാതെ മൂന്നാമതൊരാൾ അവിടെ ഉണ്ട് അല്ലെ. അതായത് ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്റെ വണ്ടി ഇടിച്ച് ഇപ്പൊ ഒരാൾക്ക് ഒരു അപകടം പറ്റി, അപ്പൊ അയാള് ആരോടാ പൈസ ചോദിക്കാൻ പറ്റുള്ളൂ? അയാൾക്ക് പൈസ എന്റെ കമ്പനി തന്നെ കൊടുക്കേണ്ടവര്, ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം. അതാണ് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പേരില് ക്ലെയിമിന് അവകാശപ്പെടുന്നതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാൾക്കും കൂടി നമ്മുടെ കമ്പനി ക്ലെയിം കൊടുക്കേണ്ടി വരും അല്ലെ. അങ്ങനെ മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ഒരാൾ നടത്തുന്ന ക്ലെയിം, അതാണ് തേർഡ് പാർട്ടിയാണ് അവിടെ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ക്ലെയിം മെയ്ഡ് ബൈ വൺ പേഴ്സൺ എഗൻസ്റ്റ് അനദർ പേഴ്സൺസ് കമ്പനി. ഒരു വ്യക്തി മറ്റൊരാളുടെ ആ കമ്പനി ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം അവകാശപ്പെടുന്നതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. അതെല്ലാം സെന്റൻസ് അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഇങ്ങനെ ഇപ്പൊ ചോദിക്കാണ്, ക്ലെയിം മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി, ഏതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലായല്ലോ. മൂന്നാമതൊരാളുണ്ട്, അങ്ങനെ വരുമ്പോഴാണ് അയാൾക്കും കൂടി നമ്മുടെ കമ്പനി കൊടുക്കണം. അത് വരുമ്പോഴാണ് തേർഡ് പാർട്ടി ക്ലെയിം. മറ്റത് നമ്മൾ ഡയറക്റ്റാ. ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആരുമില്ല, ഞാനും എന്റെ ഇൻഷുറൻസ് കമ്പനി മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും വണ്ടി ഓടിച്ചു പോയി എനിക്ക് അപകടം പറ്റിയപ്പോ ഞാൻ എന്റെ കമ്പനിയോട് നേരിട്ട് ചോദിച്ചു അല്ലെ, ക്ലെയിം ചെയ്തു തരാം ഞാൻ പറഞ്ഞു. അതാണ് ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്റെ വണ്ടി ഇടിച്ച് വേറെ ആൾക്ക് അപകടം പറ്റിയ അയാളുടെ പൈസയും കൂടി എന്റെ ഇൻഷുറൻസ് കമ്പനി വഹിക്കേണ്ടി വരും. തേർഡ് പാർട്ടി ക്ലെയിം ചെയ്തിട്ടുണ്ട് വണ്ടി അല്ലെ, തേർഡ് പാർട്ടിക്കും കൂടി പൈസ കൊടുക്കേണ്ടി വരും. അതാണ് മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കമ്പനിയുടെ പേരിൽ ക്ലെയിമിന് അവകാശപ്പെടുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി അടുത്തതാണ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക.
Specific condition or circumstances enlisted in the policy that are not covered by the policy risk the possibility of a loss. അതായത് എന്താ പറഞ്ഞേക്കുന്നേ, നമുക്ക് ഈ നമുക്ക് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും എന്നാ പോളിസി റിസ്കിൽ നിന്ന് ഒഴിവാക്കുന്നതുമായിട്ടുള്ള, പോളിസി റിസ്കിൽ ഉൾപ്പെടുത്താത്തതുമായിട്ടുള്ള പ്രത്യേക അവസ്ഥ. ഞാൻ അതായത് എക്സാമ്പിൾ പറയാം. അതായത് ഇൻഷുറൻസ് കവറേജിന്റെ അവര് കൊടുക്കുന്ന കവറേജ് ഇല്ലേ, അതിന്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്, മാറ്റി നിർത്തിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് എക്സ്ക്ലൂഷൻ. ഒഴിവാക്കി എല്ലാത്തിനും ഒന്നും ചിലപ്പോ ഇത് കിട്ടൂല. എന്താ പറഞ്ഞേക്കുന്നേ, ആ ഇൻഷുറൻസിന്റെ കവറേജ് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നതിനെയാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പോളിസി എടുക്കുമ്പോഴേ ചിലപ്പോ അവിടെ അതിനകത്ത് പറയും 1 ലക്ഷം രൂപ വരെയുള്ള ചെലവുകൾ അഫോർഡ് ചെയ്തോളാം, അത്രേ കിട്ടുള്ളൂ. ഇനി 1 ലക്ഷം കൂടുതൽ പൈസ നമുക്ക് ചെലവായി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. മനസ്സിലായോ? അവിടെ ഒരു കണ്ടീഷനാണ് പറഞ്ഞേക്കുന്നത്. എന്താ, 1 ലക്ഷം രൂപ വരെ ഉള്ളൂ ആ ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആക്സിഡന്റ് വരെ ഹോസ്പിറ്റലായി 1 ലക്ഷം രൂപ വരെ നമ്മൾ ആ ഇൻഷുറൻസ് കമ്പനി എടുക്കും. അതിൽ കൂടുതൽ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടി വരും. മനസ്സിലായോ? എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ എന്താ, ഒഴിവാക്കി നിർത്തിയേക്കുന്നത്. എന്താ, സ്പെസിഫിക് കണ്ടീഷൻ ഓർ സർക്കംസ്റ്റാൻസസ്, ഒരു പ്രത്യേക അവസ്ഥയാണ്. എങ്ങനെയാ, എൻലിസ്റ്റഡ് ഇൻ ദ പോളിസി ദാറ്റ് ആർ നോട്ട് കവേർഡ് ബൈ ദ പോളിസി റിസ്ക്. അതോ പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോളിസി റിസ്കിൽ ഉൾപ്പെടുത്താത്തതുമായിട്ടുള്ള ആ ഒരു പ്രത്യേക ഒരവസ്ഥ. അതായത് ചിലത് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കുക കേട്ടോ. ഇൻഷുറൻസ് കവറേജ് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ, അതാണ് എക്സ്ക്ലൂഷൻ. ഇനി അടുത്ത നോക്കിയ ഹെൽത്ത് ഇൻഷുറൻസ് is a type of insurance coverage that covers the cost of an insured individual's medical and surgical expenses. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ്. ഇത് ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജ് ആണ്. ദാറ്റ് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് ആൻ ഇൻഷുർഡ് ഇൻഡിവിജ്വൽ മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസ്. മെഡിക്കൽ സർജിക്കൽ എക്സ്പെൻസുകൾ, മെഡിക്കൽ ആയിട്ടുള്ള സർജറി സംബന്ധമായിട്ടുള്ള ചെലവുകൾ ഉൾക്കൊള്ളുന്ന ഒരു തരം ഇൻഷുറൻസ് പരിരക്ഷ കവറേജ്, അതാണ് ഏതെന്ന് പറയുന്നത്, ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജ് ആണ്. എന്ത് കവർ ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ആൻ ഇൻഷുർഡ് ഇൻഡിവിജ്വൽ മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസ്. മെഡിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ആരോഗ്യ ഇൻഷുറൻസ് ആണ്. അതായത് നമുക്ക് വരുന്ന മെഡിക്കൽ ആയിട്ടുള്ള സർജിക്കൽ കോസ്റ്റുകൾ അവിടെ വരുന്നത്, അല്ലാതെ വേറെ ഒന്നും വരില്ല. അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഇനി അടുത്തതാണ് മെഡിക്ലൈം ഇൻഷുറൻസ്. ചിലരൊക്കെ മെഡിക്ലൈം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. എന്താ മെഡിക്ലൈം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ, ഈസ് എ കവർ വിച്ച് ലുക്ക് ആഫ്റ്റർ ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ബേസ്ഡ് ഓൺ മാക്സിമം സം ഇൻഷുർഡ് ഓഫ് ദ ഇൻഷുർഡ് വിത്ത് റിഗാർഡ് ടു ദ ഫോളോവിങ് സിറ്റുവേഷൻസ്. എന്ന് പറഞ്ഞേക്കുന്നേ, മെഡിക്ലൈം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുർഡ് ചെയ്തിട്ടുള്ള തുക. നമ്മൾ എത്ര രൂപയുടെയാണ് പോളിസി എടുത്തേക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിലെ ചെലവുകള്, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് നമുക്ക് കിട്ടുക ചെയ്യുന്നത്. അങ്ങനെയുള്ള കവറാണത് മെഡിക്ലൈം ഇൻഷുറൻസ് എന്ന് പറയാം. ഈസ് എ കവർ വിച്ച് ലുക്ക് ആഫ്റ്റർ ദ ഹോസ്പിറ്റലൈസേഷൻ. എന്താ നോക്കുന്നേ, നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസുകൾ നോക്കുന്നതാണ്. എന്തിനു ബേസ് ചെയ്തിട്ട്? ബേസ്ഡ് ഓൺ ദ മാക്സിമം സം ഇൻഷുർഡ് ഫോർ ദ ഓഫ് ദ ഇൻഷുർഡ് വിത്ത് റിഗാർഡ് ടു ദ ഫോളോയിങ് സിറ്റുവേഷൻ. ഈ പറയുന്ന അവിടെ ആ ഒരു ഇവന്റ് ആണ് കേട്ടോ, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതാണ് ആ കാർഡ് കൊടുത്തേക്കണ ഇവന്റ്സ് ആണ് ആ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള ആ തുകയില്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ എക്സ്പെൻസുകൾ നോക്കുന്ന ഒരു കവറാണ്, ഇൻഷുറൻസ് കവറാണ് മെഡിക്ലൈം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി അവിടെ നോക്കിയേ, ഏതൊക്കെയാണ് ആ ഇവന്റ് നോക്കിയേ. ഇൻ ദ ഇവന്റ് ഓഫ് എ സഡൻ ഇൽനസ്, പെട്ടെന്ന് നമുക്കൊരു രോഗങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു സംഭവത്തിന് മെഡിക്ലൈം ഇൻഷുറൻസ് കവറേജ് തരും. ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ്, നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഇൻഷുറൻസ് മെഡിക്ലൈം ഇൻഷുറൻസ് അതിന് കവറേജ് തരും.
In the case of any surgery, ഏതെങ്കിലും സർജറിയുടെ കാര്യത്തിൽ required in respect of any disease which has arisen during the policy period. അതായത് പോളിസി പീരീഡിൽ ഉണ്ടായിട്ടുള്ള പോളിസി, നമ്മൾ ആ പോളിസി എടുത്തില്ലേ, ആ പോളിസി കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗത്തിന്, നമുക്ക് ആ ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള സർജറിക്ക് ആവശ്യമായ ഏതെങ്കിലും സർജറിയുടെ കാര്യത്തിലും കവറേജ് ഇത് മെഡിക്ലെയിം ഇൻഷുറൻസ്. അപ്പൊ ഇതിനൊക്കെ കവറേജ് വരുമെന്ന്. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് നോക്കി വഹിക്കുമെന്ന് പറഞ്ഞില്ലേ, അതെന്താ, പെട്ടെന്ന് ഉണ്ടാകുന്ന രോഗത്തിന്, പിന്നെ ആക്സിഡന്റിന്, പിന്നെ നമ്മൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരുന്ന സർജറി ഇല്ലേ, അത് ആ പോളിസി കാലയളവിൽ ഉണ്ടായിട്ടുള്ള പോളിസി കാലയളവിൽ കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗത്തിന് വരുന്ന ആവശ്യമായിട്ടുള്ള സർജറിയുടെ കാര്യത്തിലും ക്ലെയിം കിട്ടും. ഇനി അടുത്തത് ഇൻഷുറൻസ് ഫേംസ് ആണ് ഇന്ത്യയില്. ഏതൊക്കെയാണ് മേജർ വൺസ് ആണ് പ്രധാനപ്പെട്ട കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന് മുന്നത്തെ ഉള്ള നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ആ മെഡിക്ലെയിം ഇൻഷുറൻസിൽ പറഞ്ഞെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ABC എന്ന് പറഞ്ഞില്ലേ, ഇൻ ദ കേസ് ഓഫ് എനി സർജറി ആണ്. ഈ 3 കാര്യങ്ങളാണ് ആ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ 3 കാര്യങ്ങളാണ് മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നത്. സഡൻ ഇൽനെസ്, എന്തെങ്കിലും ആക്സിഡന്റ് മൂലം അങ്ങനെയുള്ള സംഭവം, പിന്നെ സർജറി, ആ പോളിസി കാലയളവിൽ ഉണ്ടായിട്ടുള്ള രോഗം, ആ രോഗം മൂലം ഉണ്ടാകുന്ന ഏതെങ്കിലും സർജറികൾക്കും അത് കവറേജ് ചെയ്യും. അപ്പൊ ഈ 3 കാര്യങ്ങളും മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ എല്ലാത്തിന്റെയും ഒന്നുമില്ല, മേജർ വൺസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തേക്കണം കേട്ടോ. ജസ്റ്റ് പേരുകളും നോക്കാം. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI Prudential, മാക്സ് ന്യൂയോർക്ക്, മെറ്റ് ലൈഫ് ഇന്ത്യ. അതൊക്കെ ഇൻഷുറൻസ് സ്ഥാപനങ്ങളാണ് കേട്ടോ. പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഇന്ത്യയിലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങളാണ് അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI Prudential, മാക്സ് ന്യൂയോർക്ക്, മെറ്റ് ലൈഫ് ഇന്ത്യ. പേരുകൾ മാത്രം നോട്ട് ചെയ്താൽ മതി. ഡീറ്റെയിലേക്കൊന്നും നമ്മൾ പോണില്ല. എന്താണോ എവിടെയാണോ അല്ലെ അങ്ങനെയൊന്നും പറയുന്നില്ല, പേരുകൾ മാത്രം പഠിച്ചു വയ്ക്കാം. ഇനി അടുത്ത നോക്കിയേ, അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൊണ്ട്? ഗുണങ്ങൾ അല്ലെ, ഗുണങ്ങൾ എന്തൊക്കെയാ? നമ്മൾ വെറുതെയാണോ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളായിട്ടുള്ളത്? ഒന്നാമത്തെ നോക്കി അഡ്വാൻറ്റേജ് ആട്ടോ, വായിച്ച് മനസ്സിലാക്കി വെക്കുക. Direct out of pocket payments result in a financial crisis assessing health care. നമുക്കിപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, രോഗം വന്നു, നമ്മുടെ പോക്കറ്റിൽ നിന്ന് നേരിട്ട് കാശ് എടുക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരൂലേ, ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് വരും. ഒന്നാമത്തേല് നമ്മുടെ അതിൽ ചിലപ്പോ പെട്ടെന്നൊക്കെ നമ്മളോട് എമൗണ്ട് എടുക്കാൻ പറഞ്ഞാൽ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരു പിന്നെ വല്ലവരോടൊക്കെ നമ്മൾ കടം മേടിച്ചും അല്ലെങ്കിൽ വല്ല ലോൺ എടുത്തും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോഴും നമ്മളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വരികയല്ലേ. ഹെൽത്ത് കെയർ നമുക്ക് ലഭ്യമാകാൻ, നമുക്ക് ആ ചികിത്സ ലഭ്യമാകാൻ പോക്കറ്റിൽ നിന്ന് നേരിട്ട് പൈസ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. Insurance coverage permit a poor patient to access highly costly healthcare services. ഇനി ഇൻഷുറൻസ് കവറേജ് എന്ത് ചെയ്യുന്നു, അനുവദിക്കുന്നു പൂവർ പേഷ്യൻസ്, പാവപ്പെട്ട ആളുകൾ. അതായത് ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ക്യാഷ് കൂടെയുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് ഒന്നും എടുക്കണമെന്നില്ല. എത്ര ലക്ഷം ചോദിച്ചാലും അവരുടെ കയ്യിലുണ്ട്, കോടികള് കയ്യിലുള്ളവർക്ക് ഇൻഷുറൻസ് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലെ. നമ്മൾ പാവപ്പെട്ടവരെയല്ല പ്രധാനമായിട്ട്, അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഇത് വരുമ്പോ അവരുടെ കയ്യിൽ ഡയറക്റ്റ് കാശ് എടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അതാണ് പൂർ പേഷ്യന്റ് എന്ന് പിന്നെയും പറഞ്ഞേക്കുന്നത്. ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ് എ പൂർ പേഷ്യന്റ് ടു അസസ് ഹൈലി കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ്. ഉയർന്ന കോസ്റ്റ് വരുന്ന ഹെൽത്ത് കെയർ സർവീസ് അസസ് ചെയ്യാൻ, സ്വീകരിക്കാൻ പാവപ്പെട്ട ആളുകൾക്ക് ഈ ഇൻഷുറൻസ് കവറേജ് അനുവദിക്കുന്നു. അപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുക്കേണ്ടത്
എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം പറ്റി, വലിയൊരു സർജറി, അപ്പൊ അവിടെ ഡോക്ടർ പറഞ്ഞു ഒരു 5 ലക്ഷം രൂപ കെട്ടി വെക്കണം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിക്കണ്ട അല്ലേ? ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കോസ്റ്റ്ലി സർവീസ് എനിക്ക് കിട്ടൂലേ? കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് പേടിക്കൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് എന്താണ് ഉയർന്ന ചികിത്സാ ചെലവുകള് അത് വഹിക്കാനായിട്ട് ഈ ഇൻഷുറൻസ് കവറേജ് അനുവദിക്കുന്നു. ക്ലിയർ അല്ലേ? അതേ നമ്മൾ പൈസ ഇല്ല, നമ്മളെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല എടുക്കാൻ, ആരോടും ചോദിക്കാനില്ല. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ തന്നെ കിടന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടേണ്ടി വരും നമുക്ക്. അപ്പൊ അങ്ങനെ അവർക്ക് പേടിക്കണ്ടെന്ന്. അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷിതമായിട്ട് അപ്പൊ എത്ര കോസ്റ്റ് വരുന്ന ഹെൽത്ത് കെയർ സർവീസും ആ പാവപ്പെട്ട ആളുകൾക്കും പേഷ്യൻസും കൂടി അത് കിട്ടുമെന്നുള്ളത്. ഇനി അടുത്തതാണ് കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ് ക്യാൻ സെൻഡ് ഫാമിലി ടു പോവർട്ടി അല്ലേ? ഇനിയിപ്പോ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ നമ്മള് എടുക്കുമ്പോൾ ആ ഫാമിലീസിനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടും അല്ലെ? നമ്മൾ തരക്കേടില്ലാതെ കഴിയുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു അസുഖം വന്നത്. ഹോസ്പിറ്റലായി ഒരു 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി. അത് നമ്മള് എന്താ പറയാ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇവരോടൊന്ന് കടം മേടിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമായില്ലേ? അല്ലെ? പിന്നെ നമുക്ക് പൈസ ഉണ്ടോ? ഇല്ല. പിന്നെ പണിയുടെ കാശ് മുഴുവൻ പണം വീട്ടാനുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് നമ്മളെ ഒരു ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിടുന്ന പറഞ്ഞ കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ്. മെഡിക്കൽ ഇൻഷുറൻസ് ക്യാൻ അവോയ്ഡ് ദി സിറ്റുവേഷൻ. അപ്പൊ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലേ? 10 ലക്ഷം രൂപയായാലും 20 ലക്ഷം രൂപയായാലും നമ്മൾ എടുത്ത പോളിസിനെ ബേസ് ചെയ്തിട്ട് അവിടെ നമുക്ക് ക്ലെയിം പൈസ കിട്ടിക്കോളും. നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ടല്ലോ, ചെറിയ എമൗണ്ട് പ്രീമിയം അടച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇങ്ങനെ ഒരു ദാരിദ്ര്യം എന്നുള്ള ഒരു അവസ്ഥ അത് ഉണ്ടാക്കാതെ ആ ഒരു സിറ്റുവേഷനെ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കണം. അവോയ്ഡ് ദി സിറ്റുവേഷൻ. ഇനി അടുത്ത് നോക്കി മൂന്നാമത്തെ എന്താ? മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. എന്താണ്? നമുക്ക് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നമുക്കൊരു ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാം. ഇത് നമ്മുടെ ആരെയും തലയിൽ കെട്ടിവെക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കേട്ടിട്ട് പോളിസി ഏത് പോളിസിയാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ, ഇതൊക്കെ നോക്കി ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു ചർച്ചകൾ, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ചകൾ നടത്തിയിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതാണ് ചർച്ചകൾ നടത്താൻ അനുവദിക്കുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ് എന്ന് വെച്ചാൽ അനുവദിക്കുക. പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. നെഗോഷിയേഷന് പേഷ്യൻസിനെ അനുവദിക്കുന്നു. അതായത് നമ്മൾ തലയെ കൊണ്ടൊന്ന് കെട്ടിവെക്കുന്ന കാര്യമല്ല, ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. ഓക്കെ, അപ്പൊ നെഗോഷിയേഷൻ ആണ് സാധ്യമാണ്. ചർച്ചകളിലൂടെ നമുക്ക് ഓക്കെയാണ്, നമുക്ക് പറ്റിയ സ്കീമാണ് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ പോളിസി കറക്റ്റ് എടുത്താൽ മതി. ഓക്കെ, അടുത്ത നോക്കിയേ. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട് യു ഫ്രം ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മളെ ഫ്രം ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചെലവുകളില്ലേ, അതിനെ സംരക്ഷിക്കാൻ പറ്റും. ഉണ്ടോ? ഇപ്പൊ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ പോണ വഴിക്ക് വണ്ടി ഇടിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അല്ലെ? അത് പെട്ടെന്ന് വരുന്ന കാര്യം. അപ്പൊ അൺഎക്സ്പെക്ടഡ്, പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതെ, അടുത്ത ഒരു മാസം നമുക്കൊരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്, അപ്പൊ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് മുൻകൂട്ടി സ്വരുക്കൂട്ടി വയ്ക്കും അല്ലെ? അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ നമ്മുടെ ഓൾറെഡി അങ്ങനെ തീരുമാനിച്ച് നമ്മള് കുറച്ച് പിശുക്കിയൊക്കെ ഒരു എമൗണ്ട് കണ്ടെത്തിയേക്കും. ഇനിയിപ്പോ ഇന്നിപ്പോ ഒരു ആക്സിഡന്റ് പറ്റുമോ നമുക്കറിയില്ല. അപ്പൊ അയ്യോ എനിക്ക് നാളെ ആക്സിഡന്റ് പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പൈസ ആരും എടുത്തു വെക്കില്ലല്ലോ. അതൊക്കെ എന്താ പറയാ, പ്രത്യേകിച്ച് ആക്സിഡന്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, അൺഎക്സ്പെക്ടഡ് ആണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എപ്പോഴാ വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചെലവുകളില്ലേ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വാളിറ്റി ട്രീറ്റ്മെന്റ്. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ അല്ലെ? ക്വാളിറ്റി ട്രീറ്റ്മെന്റ് നമുക്ക് താങ്ങാവുന്ന തരത്തിലാകും. നമ്മുടെ ഈ പൈസ ഇല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ മരുന്ന് വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. നമ്മൾ അത്രയും ഇത് വരില്ല. എന്നാൽ നമ്മൾക്ക് ഭയങ്കര ചെലവ്, നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നല്ല കുറച്ചും കൂടി ഇപ്പൊ നമ്മൾ സാധാ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും നല്ല ഹോസ്പിറ്റലിൽ പോയി ചെല്ലുന്നതിനും ഒത്തിരി വ്യത്യാസമില്ലേ? അപ്പൊ അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റും, അഫോർഡ് ചെയ്യാൻ പറ്റും. ഒരു പേടിക്കും വേണ്ട അല്ലെ? ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, നമുക്ക് എത്ര രൂപ വന്നാലും അവിടെ അവരത് കൊടുത്തോളും.
അപ്പൊ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലാകും. പിന്നെ അടുത്ത ടാക്സ് ബെനിഫിറ്റ്. ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പ്രീമിയങ്ങളിൽ ടാക്സ് നികുതി കിഴിവ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു കാര്യമാണ്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങളില് നികുതി കിഴിവ് ലഭിക്കുന്നു, ടാക്സ് ബെനിഫിറ്റ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പോയിന്റിൽ നിങ്ങൾ ആ ഫുള്ളൊന്നും നോക്കണമെന്നില്ല. ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ് എ പൂർ പേഷ്യന്റ് ടു ആക്സസ് ഹൈ കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ്. ആ രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവില്ല. പാവപ്പെട്ട ആളുകൾക്കും ഹൈ കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ് ുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താ, നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് ഈ ദാരിദ്ര്യം അല്ലെ, ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും എന്നുള്ള ആ ഒരു ഇതിനെ പേടിക്കണ്ട, അതിനെ ഒഴിവാക്കാൻ പറ്റും. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അടുത്തത് നെഗോഷിയേഷന് അനുവദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഉയർന്ന ചെലവുകൾ അതിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലാകും ടാക്സ് ബെനിഫിറ്റ്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങളില് നമുക്ക് ടാക്സ് അതിന്റെ കിഴിവ് ലഭിക്കുന്നുണ്ട് കേട്ടോ, നികുതി കിഴിവ് ലഭിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ചെലവുകൾ എന്തൊക്കെയാ, ഏതിനൊക്കെ നമുക്ക് പൈസ കിട്ടും, ഏതൊക്കെയാണ്? എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് അവർ കൊടുക്കുന്ന കവറേജ് എന്തൊക്കെയാ, ഏതൊക്കെ ചെലവുകളാണ് അവര് വഹിക്കുന്നത്? Each insurance company provide a plan that cover various expenses. അത് നമുക്ക് എന്താ പറയാ, പല ഇൻഷുറൻസ് കമ്പനിയും അവർക്ക് ആ ഒരു സ്കീം അനുസരിച്ച് പറയൂലേ, ഇന്നതിനൊക്കെ ഉള്ളൂ. ആദ്യം തന്നെ നമ്മളെ പോളിസി എടുക്കുമ്പോൾ തന്നെ പറയൂലേ ഏതിനൊക്കെ കവറേജ് കിട്ടും എന്നുള്ളത്. അപ്പൊ ഓരോ ഇൻഷുറൻസ് കമ്പനിയും പ്രൊവൈഡ് ഒരു പ്ലാൻ ഉണ്ട്, അവർക്ക് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്. ദാറ്റ് കവർ വേരിയസ് എക്സ്പെൻസസ്. പല എക്സ്പെൻസുകളെയാണ്, ചെലവുകളെയാണ് അവർ കവർ ചെയ്യുന്നത്. Some of the standard health expenses covered are the following. ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെൽത്ത് എക്സ്പെൻസ് കവറേജുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന കവറേജില് ഒന്നാമത്തെയാണ് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ നമുക്ക് വരുന്ന ചെലവില്ലേ, അത് അഫോർഡ് ചെയ്യും. പേടിക്കണ്ട, നമ്മൾ അഡ്മിറ്റ് ആയി വെച്ചാൽ പേടിക്കണ്ട. അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന ചെലവുകൾ ഹെൽത്ത് ഇൻഷുറൻസ് അഫോർഡ് ചെയ്തോളും. ഇൻ കേസ് ദ പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് ഡ്യൂ ടു ആൻ ഇഞ്ചുറി ഓർ ഇൽനെസ്, എന്തെങ്കിലും മുറിവോ രോഗമോ മൂലം പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ആ സാഹചര്യത്തില് and it is covered in your health insurance plan. Health insurance plan coverage കൊടുക്കുന്നു. The hospitalization expense will be met by your insurance. Hospitalization expense ആ ഇൻഷുറർ അപ്പൊ എന്താണ് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർലൈൻ ചെയ്തിട്ട് എങ്ങനെയാ നമുക്ക് പറയാം? in case the patient is hospitalized, അത് അവിടെ നിന്ന് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്താൽ മതി. The patient is hospitalized due to an injury or illness. The hospitalization expense will be met by the insurer. അത്രയും അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി അവിടെ. Patient is hospitalized due to an injury or illness. രോഗമോ മുറിവോ എന്തെങ്കിലും പറ്റി പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ the hospitalization expense ഉണ്ടല്ലേ, the hospitalization expense will be met by the insurer. ഇൻഷുറർ അത് നോക്കിക്കോളും, നിർവഹിക്കും. എന്തൊക്കെയാണ് അപ്പൊ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്? ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഏതൊക്കെയാണ് അവിടെ എടുക്കുന്നത്? റൂം റെന്റ് കൊടുക്കും, മനസ്സിലായോ? റൂം റെന്റ്, നേഴ്സിംഗ് എക്സ്പെൻസുകള്, ICU കിടക്കുകയാണെങ്കിൽ അതിന്റെ ചാർജ്, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ കാര്യങ്ങള്, സർജറി വരികയാണെങ്കിൽ സർജറി, അതർ കോസ്റ്റില് ഏതൊക്കെയാന്ന് നോക്കിയേ, ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽ എക്സെട്ര തുടങ്ങിയ മറ്റു കോസ്റ്റുകളും മറ്റു ചിലവുകളും ആര് ഈ ഇൻഷുറൻസ് എടുത്തോളും. ഇൻഷുറൻസ് കമ്പനി അഫോർഡ് ചെയ്തോളും. ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കും.
അപ്പൊ ഇൻപേഷ്യൻ ഹോസ്പിറ്റലൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കണേ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ് ആണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫീസ് നേഴ്സിംഗ് റെന്റ്, റൂം റെന്റ് കൊടുക്കും, നേഴ്സിംഗ് എക്സ്പെൻസ് കൊടുക്കും, ICUന്റെ ചാർജുകള്, ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസുകള്, സർജറി, പിന്നെ മറ്റു കോസ്റ്റുകള്, സർജിക്കൽ ടൂള്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽ, അതിനൊക്കെ വേണ്ടി വരുന്ന കോസ്റ്റ്, ഇതെല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കും. ക്ലിയർ അല്ലേ? അതാ ഇൻപേഷ്യൻ ഹോസ്പിറ്റലൈസേഷൻ. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടില്ല എല്ലാവരും? അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ്, അത് ഏത് ഇതാന്ന് ചോദിക്കാം അവിടെ. ഏത് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിലാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഏതിലാണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണോ, ഇൻപേഷ്യൻ ഹോസ്പിറ്റലൈസേഷൻ ആണോ, ഏതാന്ന് ചോദിക്കാം. അപ്പൊ ഇതിന്ന് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ എന്നുവെച്ചാൽ അവിടെ അഡ്മിറ്റ് ആവില്ല, അവിടെ കിടക്കുമ്പോൾ. Patient is hospitalized due to an injury or illness, the hospitalization expense will be met by the insurer. ഇനി രണ്ടാമത്തെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ എന്താ? ഹോസ്പിറ്റലൈസേഷന് മുമ്പ്. ശരി, ഹോസ്പിറ്റലൈസേഷൻ മുന്നേ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല, അതിന് മുന്നേ വരുന്ന ചെലവുകള്, ഹോസ്പിറ്റലൈസേഷൻ മുന്നേ വരുന്ന ചെലവുകള്. All medical expense incurred before the patient is hospitalized. പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുന്നേ അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ആ ഫസ്റ്റ് സെന്റൻസ് പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ്, അത്രയും മതി. All medical expenses incurred before the patient is hospitalized. Incurred എന്ന് പറഞ്ഞാൽ സംഭവിച്ചത് കേട്ടോ. പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുന്നേ സംഭവിച്ച ചെലവുകൾ, എക്സ്പെൻസ്, up to a period specific earlier are covered in the insurance plan. These consist of doctor. അപ്പൊ ഏതൊക്കെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്നത്? അത് അണ്ടർലൈൻ ചെയ്തിടുന്നത്. These consist of എന്നുള്ളത് എന്ത് നമുക്ക് പറയാം? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കൺസിസ്റ്റ് ഓഫ്. ആദ്യത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇൻപേഷ്യൻ ഹോസ്പിറ്റലൈസേഷനിൽ ഏതൊക്കെ വന്നതെന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് വരുന്നത് ഏതിനൊക്കെ ഉള്ളതിനാണ് കവറേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നോക്കിയേ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കൺസിസ്റ്റ് ഓഫ്. ആ കൺസിസ്റ്റ് ഓഫ് എന്നുള്ളത് ഒടുങ്ങി അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ അവിടെ. ഡോക്ടർ കൺസൾട്ടേഷൻ, ഡോക്ടറിന്റെ കൺസൾട്ടേഷന് വേണ്ടി വരുന്ന ഫീസുകള്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അല്ലെ, നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടാണ് ഡോക്ടർ അഡ്മിറ്റ് ആവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെ. ഡയഗ്നോസ് ചെയ്തതിനു ശേഷമാണ് അഡ്മിറ്റ് ആയില്ലെങ്കിൽ നമുക്ക് നോക്കി കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മരുന്ന് നമുക്ക് വിടും, നമുക്ക് പോരാ. അപ്പൊ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകള്, പിന്നെ മെഡിസിൻസ്, മരുന്നുകൾ എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്യുമല്ലോ ഡോക്ടറെ കണ്ടുകഴിയുമ്പോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഡോക്ടർ ഈ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്നത്. മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നോട് നോക്കിയേ, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ കാര്യങ്ങള്, ഫീസുകള്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, പ്രൈമറി പ്രൊസീജിയർ. പ്രൈമറി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് എയ്ഡ് പോലെയൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ചെയ്യേണ്ടതേ ആദ്യം തന്നെ ചെല്ലുമ്പോഴേക്ക് അങ്ങനെ. പിന്നെ അടുത്ത പ്രിവെന്റീവ് സർജറി. പ്രിവെന്റീവ് സർജറി എന്ന് പറഞ്ഞാൽ എന്താ? പ്രിവെന്റീവ് സർജറി നമ്മളെ പ്രിവെന്റ് ചെയ്യാൻ, അതായത് ചിലപ്പോ ബ്ലീഡിംഗ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ചെല്ലുമ്പോ തന്നെ ഒന്നൊന്ന് നോക്കൂലേ, അതിനെ പ്രതിരോധിക്കാനുള്ള ചില കാര്യങ്ങള്, ബ്ലീഡിംഗ് ഒക്കെ നിൽക്കാനൊക്കെ ആയിട്ട് ചിലപ്പോ അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകള്, മെഡിസിൻസ്, ഇങ്ങനെയുള്ളതെല്ലാം പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിൽ വരും. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കണ്ടിട്ടുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കൺസിസ്റ്റ് ഓഫ്. ഓക്കെ, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ കാര്യങ്ങള്, ഫീസുകള്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, പ്രൈമറി പ്രൊസീജിയറുകള്, ഫസ്റ്റ് എയ്ഡ് പോലെ കൊടുക്കുന്നത്, പ്രിവെന്റീവ് സർജറി, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ് ഒക്കെ അതിനകത്ത് വരും. ഇനി നോക്കിയേ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ആകുന്നു, അഡ്മിറ്റ് ഒക്കെ ആയി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോകൂലേ, ഹോസ്പിറ്റലൈസേഷന് ശേഷം വരുന്ന നമുക്ക് ചെലവുകൾ, ആഫ്റ്റർ. ഓക്കെ, വെരി ഗുഡ്. അതിനുശേഷം കഴിഞ്ഞിട്ട് all costs involved in patient care and medicines after a patient is discharged from the hospital up to a period specified earlier. All costs involved in patient care,
നമ്മൾ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോസ്റ്റും ആൻഡ് മെഡിസിൻ ആഫ്റ്റർ എ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ അപ് ടു പീരീഡ് സ്പെസിഫിക് ഏരിയ, പ്രത്യേക ടൈം പീരീഡ് വരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിനുശേഷം അയാൾ ഡിസ്ചാർജ് ചെയ്ത് പോയി. അതിനുശേഷം വരുന്ന ചെലവുകൾ ആർ ഇൻക്ലൂഡഡ്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. All cost involved in patient care and medicines after a patient is discharged from the hospital. അതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയേ. ദീസ് കൺസിസ്റ്റ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ, പിന്നെ തിരിച്ച് കൺസൾട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു വരൂലേ അത്, പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകള്, മെഡിസിൻസ്, അതൊക്കെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം മെഡിസിൻസ് തരൂലേ ഇനി കഴിക്കാൻ വീണ്ടും കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ തെറാപ്പി, ചിലരൊക്കെ തെറാപ്പി പറയൂലേ, ഫിസിയോതെറാപ്പി ഒക്കെ പറയില്ലേ, സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ചിലപ്പോ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച ഒക്കെ ഇനി തെറാപ്പി, അതിന്റെ കണ്ടിന്യൂ ഫോളോ അപ്പ് പോലെ നമ്മൾ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യണം. ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ഹോസ്പിറ്റലൈസേഷൻ ആയി, ഡിസ്ചാർജ് ആയി പോയി, അതിനുശേഷം വരുന്ന കാര്യങ്ങൾ തെറാപ്പി ഒക്കെ, പിന്നെ ഡ്രഗ്സ്, മരുന്നുകള്, ഇതെല്ലാം പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്ന പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത്, മെഡിസിൻസ്, തെറാപ്പി, ഡ്രഗ്സ്. ഇനി അടുത്തതാണ് ആംബുലൻസ് ചാർജ്. ആംബുലൻസിനുള്ള ചാർജ്, ഈ ആംബുലൻസ് ചാർജും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വിൽ ഓൾസോ കവർ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ഷിഫ്റ്റിംഗ് പേഷ്യൻസ് ടു എ ഹോസ്പിറ്റൽ വഴിയ ആംബുലൻസ്. ഈ പേഷ്യന്റിനെ നമ്മുടെ സാധാരണ വണ്ടിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഈ ആംബുലൻസ് തന്നെ ചിലപ്പോൾ വേണ്ടി വരാം. അപ്പൊ പേഷ്യൻസിനെ ഈ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആംബുലൻസിൽ വരുന്ന ചാർജ് അവരത് അഫോർഡ് ചെയ്തു. ഹെൽത്ത് ഇൻഷുറൻസ് അത് എടുത്തുകൊണ്ട് അത് നമ്മുടെ കയ്യിൽ പൈസ ഒന്നും കൊടുക്കണ്ട. Health insurance plan will also cover cost involved in shifting patient. പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ടു എ ഹോസ്പിറ്റൽ ബൈ ആൻ ആംബുലൻസ്, ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ആംബുലൻസിന്റെ ചാർജ് അത് കിട്ടും. പിന്നെ അടുത്താണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. The health plan will meet the cost of all procedure and treatment undertaken as an inpatient in a hospital or a daycare facility for less than 24 hours. അതായത് ഡേകെയർ എന്ന് പറഞ്ഞ പകല് ഇല്ലേ, ഡേകെയർ ട്രീറ്റ്മെന്റ്, അതായത് 24 hours താഴെ, ഒരു ദിവസത്തിൽ താഴെ, അങ്ങനെ ഡേ കെയർ ഫെസിലിറ്റിയിലോ അല്ലെങ്കിൽ പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആണെങ്കിൽ അവിടെ വരുന്ന മെഡിക്കൽ പ്രൊസീജിയർ, ട്രീറ്റ്മെന്റ്, അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് അഫോർഡ് ചെയ്തോളൂ. ക്ലിയർ ആയോ? ഹെൽത്ത് പ്ലാൻ വിൽ മീറ്റ്, അവരത് എന്താ പറയാ, വഹിച്ചോളും, മീറ്റ് ചെയ്തോളും. ദ കോസ്റ്റ് ഓഫ് ഓൾ പ്രൊസീജിയർ ആൻഡ് ട്രീറ്റ്മെന്റ് undertaken as an inpatient in a hospital, ഹോസ്പിറ്റലില് ഇൻപേഷ്യന്റ് ആകുമ്പോൾ or a daycare facility. എത്ര ആ ഒരു ടൈം പറയുന്നുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫോർ ലെസ് ദാൻ 24 hours, 24 മണിക്കൂറിൽ താഴെ ഒരു ഡേ കെയർ ഫെസിലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഇൻപേഷ്യന്റ് ആവുകയാണെങ്കിൽ അവിടെ വരുന്ന ട്രീറ്റ്മെന്റുകൾക്ക്, പ്രൊസീജിയറിന്, അതിന് വരുന്ന കോസ്റ്റും അവര് വഹിച്ചുകൊള്ളും. പിന്നെ അടുത്തതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. Day to day hospital, ഓരോ ദിവസത്തെ ഹെൽത്ത് കവർ വിൽ ഗിവ് you a lump sum amount daily in the case of hospitalization. നമുക്ക് സമയം ഒറ്റ തുകയായിട്ടുള്ള കേട്ടോ. ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ ദിവസേന ഒരു വലിയ തുക ഹെൽത്ത് കവർ കൊടുക്കുന്നു. അതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡേ ടു ഡേ, ദിവസേന കൊടുക്കും. ഡേ ടു ഡേ, ഓരോ ദിവസവും കൊടുക്കും, ഒരു ഒറ്റ തുകയായിട്ട്. ഇന്നത്തെ ദിവസം എത്രയാണ് അത്, അങ്ങനെ കേട്ടോ. ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ദിവസേന ഒരു വലിയ തുക ഹെൽത്ത് കവർ കൊടുക്കണം. ഇനി അടുത്തതാണ് ഇൻകം ബെനിഫിറ്റ്. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? പൈസ അല്ലെ, വരുമാനം, ഇൻകം.
Some advanced health insurance plan. Okay, some advanced health insurance plan provide a lump sum. Lump sum വെച്ച് ഒറ്റ തുക, കുറച്ചല്ല, ഒറ്റ തുകയായിട്ട് to your family to replace the lost income for the family in case of your absence. നമ്മുടെ ആബ്സെൻസില് നമ്മുടെ ഫാമിലിക്ക് വരുന്ന ഒരു നഷ്ടം അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒറ്റ തുകയായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന് എന്ത് ചെയ്തു, കവറേജ് കൊടുക്കും. ഇൻകം ബെനിഫിറ്റ്. ഇപ്പൊ നമ്മളെ ഒരു വണ്ടിയൊക്കെ ഇടിച്ച് ആക്സിഡന്റ് ആയി ആള് മരിച്ചുപോയി. അപ്പൊ ആൾക്കുടെ നഷ്ടം നമ്മുടെ വീട്ടിന് വരുന്ന ഒരു വലിയ നമ്മുടെ വരുമാനം, നമ്മുടെ വീടിന്റെ അത്താണിയായിരുന്നു വരുമാനം, ഇൻകം അയാളെ ആശ്രയിച്ചാണ് നമ്മൾ ഇരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാളുടെ ആബ്സെൻസില് ആ ഫാമിലിക്ക് എന്ത് ചെയ്യുന്നു, ഒറ്റ തുകയായിട്ട് ഇത്ര ലക്ഷം എന്നുള്ള രീതിയിൽ അത് കൊടുക്കും. ഓക്കെ, ആളുടെ ആബ്സെൻസ് എന്ന് പറഞ്ഞത് ഒരു ആബ്സെൻസ് തന്നെയാണ്, അത് നമുക്ക് നികത്താൻ പറ്റില്ല. ഓക്കെ, എങ്കിലും അന്നേരം നമുക്കൊരു പൈസയും വേണമല്ലോ, വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ. വീട്ടില് ഒരു വരുമാനമുള്ള അയാളെ ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത്. അയാൾ പെട്ടെന്ന് മരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ ആബ്സെൻസില് ആ ഫാമിലിക്ക് വരുന്ന നഷ്ടം ഒറ്റ തുകയായിട്ട് ഇൻഷുറൻസ് കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കും. ക്ലിയർ ആയോ അത്? ആക്സിഡന്റിന് പക്ഷെ കുറച്ച് സമയമൊക്കെ വേണ്ടി വരും അതിന്റെ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട്. ഇപ്പോ എന്റെ അമ്മായിയുടെ മോൾ ഇപ്പൊ എത്ര വർഷമായി, ഒരു 10-15-16 കൊല്ലത്തോളം എങ്ങാണ്ടായി. ആക്സിഡന്റ് ആയിരുന്നു. ടൂ വീലറിൽ പോകുമായിരുന്ന ആള് പ്രൈവറ്റ് ബസ്സാണ് ഇടിച്ചിട്ടാണ് ഓൺ ദ സ്പോട്ടിൽ അവിടെ വെച്ചിട്ട് തന്നെ മരിച്ച്. അപ്പൊ ഇപ്പോഴാണ് ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അതിന്റെ പൈസ കിട്ടിയിട്ട്. നല്ലൊരു എമൗണ്ട് കിട്ടി. അപ്പോൾ നഷ്ടം നമ്മുടെ ഫാമിലിക്ക് വരുന്ന ഒരു തീരാ നഷ്ടം തന്നെയാണ്. എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അയാളുടെ ആ പ്രസൻസിലാണ് ആ ഫാമിലി നിൽക്കുന്നത്. അങ്ങനെ വരുന്നതും അതും എടുക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നത്, കവറേജ് കൊടുക്കുന്നത്. വായിച്ചു നോക്കിയ പിള്ളേരെ, ഏതെങ്കിലും സംശയം ഉണ്ടോ നോക്കിയേ. ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന കവറേജ്. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതിനുള്ള പൈസ. റീ ഹോസ്പിറ്റലൈസേഷൻ മുന്നിൽ വരുന്ന പൈസകള്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് പോയി പിന്നീട് വരുന്ന തെറാപ്പി, മെഡിസിൻസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, കൺസൾട്ടേഷൻ, അതിനൊക്കെ വരുന്ന ചെലവുകള്. പിന്നെ ആംബുലൻസ് ചാർജ്, പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ചാർജ്. ഡേ കെയർ 24 hours താഴെ ഒരു ഇൻപേഷ്യന്റ് ആവോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡേ കെയർ ഫെസിലിറ്റിയിൽ വരുന്ന ട്രീറ്റ്മെന്റിന്, പ്രൊസീജിയറിന്, അതിനൊക്കെ വേണ്ടി വരുന്ന ചെലവുകള്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഓരോ സമ്മായിട്ട് ഓരോ ദിവസത്തെ എക്സ്പെൻസ് കൊടുക്കും. പിന്നെ ഇൻകം ബെനിഫിറ്റ്. ഇൻകം എന്ന് പറഞ്ഞാൽ അയാളുടെ ആബ്സെൻസിൽ ഫാമിലിക്ക് വരുന്ന ഒരു നഷ്ടം, അത് ഒറ്റ തുകയായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കും. ഇതൊക്കെ ഓരോ ഇൻഷുറൻസിനെയും നമ്മൾ എടുക്കുന്ന പോളിസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് ആദ്യം തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ പോളിസി അതിനകത്ത് പറയുമല്ലോ ഇന്ന കാര്യങ്ങള്, ഇന്നത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും അവരുടെ പ്രൊസീജിയർ കാര്യങ്ങൾ, പോളിസി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇത് ബേസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. നമ്മളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. സംശയം എന്തെങ്കിലും ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ഓക്കെ ആണല്ലേ? ഹെഡ് എന്താന്ന് അറിയില്ല, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞൊരു ഹെഡിങ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, the Insurance Regulatory and Development Authority of India, IRDAI, Insurance Regulatory and Development Authority of India. ആ ഹെഡിങ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. IRDAI എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. Has a list of disease or medical that
are not covered under the health insurance. ഹെൽത്ത് ഇൻഷുറൻസിൽ ഉൾപ്പെടാത്ത ഡിസീസ് അല്ലെങ്കിൽ മെഡിക്കൽ വിഭാഗങ്ങളുടെ ഒരു പട്ടിക ആര് IRDAI പുറത്തിറക്കി. IRDAIയുടെ ആ ലിസ്റ്റില് ഈ പറയുന്ന ഡിസീസുകള് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസിന് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. സൂപ്പർവൈസ് ആൻഡ് റെഗുലേറ്റ് ദ ഇൻഷുറൻസ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ, അതാണ് IRDAI എന്ന് പറയുന്നത്. ഈ IRDAIയുടെ ലിസ്റ്റില് ഈ പറയുന്ന ഡിസീസുകള് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസിനൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. അപ്പൊ എന്തിനൊക്കെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാത്തത്? അപ്പൊ നമ്മൾ കവറേജ് പറഞ്ഞല്ലേ ഏതൊക്കെയാണുള്ളത്. ഇനി ഈ പറയുന്ന രോഗങ്ങൾക്കൊന്നേ അവര് കവറേജ് കൊടുക്കുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ചോദിക്കാറുണ്ട് കേട്ടോ, ഏതൊക്കെ IRDAIയുടെ ലിസ്റ്റ് അനുസരിച്ച് ഏതൊക്കെ രോഗങ്ങൾക്ക് അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഒന്നാമത്തെ നോക്കിയേ, കോസ്മിക് സർജറീസ്. കോസ്മിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താ? കോസ്മിക് സർജറി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലൊക്കെ? ആക്ട്രസ് ചെയ്യൂലേ? ശരിയാ. എന്താ? അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആക്ട്രസ് ചെയ്യുന്നവരുടെ അല്ലെ, സിനിമ നടിമാരൊക്കെ അവരുടെ അപ്പിയറൻസ് ഗ്ലാമർ വെക്കാനായിട്ട് അല്ലെ. ഇപ്പൊ ഗ്ലാമർ ഒക്കെ വെച്ചിട്ട് പുറത്താന്ന് വെച്ച് പേടിക്കേണ്ട, അതിനുള്ള സർജറി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, അതെന്താ? ആവശ്യമുള്ളതൊന്നും അല്ല അല്ലെ. നമ്മള് നമ്മുടെ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. ആ സർജറിക്ക്, കോസ്മെറ്റിക് സർജറിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഓൺ ചോയ്സ് ആണ് അല്ലെ. ശരിയാ, നമ്മുടെ ചോയ്സ് ആണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും അവരുടേതായ ഒരു സൗന്ദര്യമുണ്ട്. പിന്നെ ഇനി സൗന്ദര്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ കോസ്മെറ്റിക് സർജറി, ഒരു പ്ലാസ്റ്റിക് സർജറി, അത് നമ്മുടെ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അതിന് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഒന്നാമത്തെ ഏതിനാ കവറേജ് കൊടുക്കാത്തത്? കോസ്മെറ്റിക് സർജറികൾക്ക് കവറേജ് കൊടുക്കുന്നില്ല. രണ്ടാമത്തെയാണ് IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം. അപ്പൊ പ്രഗ്നന്റ് ഒക്കെ ആവാത്തവരെ അതിനു വേണ്ടി വരുന്ന ചികിത്സ ഇതൊക്കെയല്ലേ. അങ്ങനെ നമ്മള് അതും എന്താ പറയാ, അത്രയും അതെ, അതായത് അപ്പൊ അങ്ങനെ IVF ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, കുട്ടികളൊക്കെ ഇല്ലാത്തവര് അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യൂലേ, അങ്ങനെയുള്ളതിനൊന്നും എന്താ അവർ കവറേജ് കൊടുക്കില്ല. ഓക്കെ, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, കൃത്രിമ ഗർഭധാരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അതിനൊന്നും കവറേജ് കൊടുക്കുന്നില്ല. പിന്നെ നോക്കിയാൽ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. പ്രഗ്നൻസി, അബോർഷൻ, അബോർഷനൊക്കെ ഇതായി കഴിഞ്ഞാൽ, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എന്താ പറയാ, പിന്നെ ചിലതിലിങ്ങനെ ഇത്ര പറയുന്നുണ്ട് കേട്ടോ, ഈ പോളിസി എടുത്ത് ഇത്ര കാലയളവ് കഴിഞ്ഞിട്ട് അതിന് അങ്ങനെ ആക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ നമ്മള് പ്രഗ്നന്റ് ആയതുകൊണ്ട് പിന്നെ പോളിസി എടുത്ത് അങ്ങനെ ഇതില്ല. അത് ചിലതിന് വ്യത്യാസമാണ്. എന്നാലും നമ്മളിവിടെ മെയിൻ ആയിട്ട് പറഞ്ഞേക്കണം, IRDAIയുടെ ആ ലിസ്റ്റില് ഈ പറയുന്ന രോഗങ്ങൾക്കൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് അവർ കൊടുക്കുന്നില്ല. കോസ്മെറ്റിക് സർജറികള്, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി, അതുപോലെ അബോർഷൻ ചെയ്യാനുള്ള അതിനൊന്നും കൊടുക്കല്ല. പിന്നെ അടുത്ത മിസലേനിയസ് ചാർജസ്, എന്താ, പലതരത്തിലുള്ള മറ്റു ചാർജുകൾ കാണപ്പെടുത്തുന്നുണ്ട്. അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജ്, രജിസ്റ്റർ ചെയ്യാൻ വരുന്ന രജിസ്ട്രേഷൻ ചാർജുകൾ, അഡ്മിഷൻ ഫീസ് ആൻഡ് സർവീസ് ചാർജ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ സർട്ടൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ കവറേജിൽ ഇതൊന്നും അവർ കവറേജ് കൊടുക്കുന്നില്ല. അത് അതർ ചാർജസിൽ വരുന്നതാണ് കേട്ടോ. രജിസ്ട്രേഷൻ ചാർജ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജ്, ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ മറ്റുള്ള ചാർജ്, ഇതിനൊന്നും എന്ത് ചെയ്യുന്നില്ല, കവറേജ് അവര് കൊടുക്കുന്നില്ല. പിന്നെയാണ് ഹെൽത്ത് സപ്ലിമെന്റ്സ്. ഹെൽത്ത് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് സപ്ലിമെന്റ് നമ്മുടെ ആരോഗ്യമൊക്കെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഭയങ്കര ക്ഷീണിച്ച ഒരാളാ, എനിക്ക് ഇച്ചിരി വണ്ണം വെക്കണം,
എനിക്ക് ഇങ്ങനെ വണ്ണം വെക്കണം, അപ്പൊ ഞാൻ കുറച്ച് പ്രോട്ടീൻ പൗഡർ അതൊക്കെ മേടിച്ചു, അങ്ങനെയുള്ളതൊക്കെ മേടിക്കാനൊന്നും കാശൊന്നും പൗഡേഴ്സ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ കൂട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന കാര്യത്തിനൊന്നും, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ളതിനൊന്നും കവറേജ് കൊടുക്കണം. അത് നമ്മുടെ ആവശ്യം അല്ലെ. ബോഡി വണ്ണം വെക്കണം, ബോഡി ബിൽഡപ്പ്, ശരി. നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും അവര് കവറേജ് കൊടുക്കുന്നില്ല. ഇൻ ഇന്ത്യ, ഹെൽത്ത് സപ്ലിമെന്റ് എക്സ്പെൻസസ് ആൻഡ് പ്രോട്ടീൻ ഷേക്ക് എക്സ്പെൻസസ് ആർ നോട്ട് കവേർഡ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിൽ അത് കവറേജ് കൊടുക്കുന്നില്ല. ഇനി നോക്കിയേ, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, അതായത് നിലവിലുള്ള രോഗങ്ങൾ. ചിലപ്പോ നമ്മളെ നേരത്തെയുള്ള രോഗമായിരിക്കും, നമ്മൾ ആ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം വരുന്നതാവില്ല, നേരത്തെ ഓൾറെഡി അയാൾക്കുള്ള രോഗങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഇന്ന് കവറേജ് കൊടുക്കുന്നില്ല. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, നിലവിലുള്ള രോഗങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഡിസീസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് ഏർലിയർ ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് റൈറ്റ് വേ. അവര് അതിന് കവറേജ് കൊടുക്കുന്നില്ല. സം പ്ലാൻസ് ഡു നോട്ട് പ്രൊവൈഡ് കവർ ഫോർ ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ്, എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തേക്കണേ. ഇതിനൊന്നും BP പ്രഷർ ഒക്കെ ഉള്ളതേ, അതൊക്കെ ചിലപ്പോൾ പാരമ്പര്യമൊക്കെ ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ പണ്ടുള്ളതായിരിക്കും, ആ പോളിസി എടുത്തതിന് ശേഷം വന്നതായിരിക്കില്ല. കണ്ടോ, ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അതേഴ്സ് ടു, അങ്ങനെയുള്ളതിനൊന്നും ആ കവറേജ് കൊടുക്കുന്നില്ല. ബ്ലഡ് പ്രഷറിന്, ഷുഗറിനൊന്നും കൊടുക്കുന്നില്ല. The insurer will provide a duration after which the claim for the pre-existing health condition can be made. The waiting period depends on insurer and can between 12 to 48 months. അതായത് എല്ലാ ഇൻഷുറൻസിനും നമ്മൾ അതിൻ്റെതായ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞു, ഇത് വേറെ ഇതിന് ചിലപ്പോ കൊടുക്കുന്നുണ്ടാവാം. നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങള് ക്ലൈമുകൾ നടത്തുന്നതിന് ഇൻഷുറൻസ് ഒരു കാലയളവ് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ പോളിസി എടുക്കുന്നതിന് ഇത്ര പോളിസി എടുത്തതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് വരുന്ന രോഗങ്ങൾക്ക് കൊടുക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ ഒരു ചിലപ്പോ ഒരു വെയിറ്റിംഗ് പീരീഡ് പറയണ്ട. അതായത് നമ്മള് എന്താ പറയാ, ഇപ്പൊ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങള് അത് ക്ലൈമിൽ നടത്തുന്നത്, അതിനുള്ള ക്ലൈമുകൾക്ക് ചിലപ്പോ അവരൊരു കാലയളവ് കൊടുക്കണ്ടാവും. അപ്പൊ അതായത് നമ്മൾ പോളിസി എടുത്തിട്ട് നമുക്ക് എന്താ പറയാ, ഇത്ര ആ പോളിസി എടുത്ത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന രോഗങ്ങൾക്കേ കവറേജ് തരുള്ളൂ, അങ്ങനെ അവർ പറയും. അതാ പറഞ്ഞേ, എല്ലാ ഇൻഷുറൻസിനും അവർക്ക് അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ ഉണ്ടാക്കും. അപ്പൊ അത് നമ്മൾ ആ ഒരു പോളിസിനെ ബേസ് ചെയ്തിട്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവർക്ക് നഷ്ടാവൂലേ. ഇപ്പൊ ഓൾറെഡി എനിക്ക് അസുഖമുണ്ട്, എന്നിട്ട് ഞാൻ പിന്നെ പോളിസി എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഈ ക്ലൈം എടുത്തതിന് ശേഷം, പോളിസി എടുത്തതിന് ശേഷം വന്ന അസുഖമാണ്, എനിക്ക് അതിന് പൈസ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് അത് നഷ്ടമല്ലേ വന്നത്. അപ്പൊ അതുകൊണ്ട് അവര് ചിലപ്പോ ഒരു വെയിറ്റിംഗ് പീരീഡ് അവര് പറയും, ആ സമയം എന്നുള്ളത്. അതാണ് പറഞ്ഞേക്കുന്നത്. ദ ഇൻഷുറർ വിൽ പ്രൊവൈഡ് എ ഡ്യൂറേഷൻ, ആ കമ്പനി ഒരു ഡ്യൂറേഷൻ പറയും, ആഫ്റ്റർ വിച്ച് ദ ക്ലൈം ഫോർ ദ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ ക്യാൻ മെയ്ഡ്. ആ സെന്റൻസ് മനസ്സിലായോ? നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പൊ നിലവില് അയാൾക്ക് BP ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട്, അപ്പൊ അങ്ങനെയുള്ള നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ക്ലൈമുകൾ നടത്തുന്നതിന് ഇൻഷുറൻസ് ഒരു വെയിറ്റിംഗ് പീരീഡ്, ഒരു കാലയളവ് അവിടെ പറയും. The waiting period depends on the insurer. ആ വെയിറ്റിംഗ് പീരീഡ് ആ കമ്പനിയെ, ഇൻഷുറൻസ് കമ്പനിനെ ബേസ് ചെയ്തിരിക്കും. അവരാണ് പറയുന്നത് ഇത്ര കാലയളവിനുള്ളിൽ രോഗമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇത് ഇതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, വെയിറ്റിംഗ് പീരീഡ് ഡിപ്പെൻഡ് ഓൺ ദ ഇൻഷുറർ. ഇൻഷുററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓൺ ദ ഇൻഷുറർ ആൻഡ് ക്യാൻ ബിറ്റ്വീൻ, അത് എത്രയായിരിക്കാം, 12 to 48 months. 12 to 48 months ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നമ്മൾ പോളിസി എടുക്കുമ്പോൾ നേരത്തെയുള്ള രോഗങ്ങൾ, നേരത്തെ നമുക്കുള്ള രോഗങ്ങൾക്ക് ഇൻഷുറൻസ് അവരവിടെ കവറേജ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ BPയോ ഡയബറ്റിക്സോ അതിനൊന്നും അവര് കവറേജ് കൊടുക്കുന്നില്ല. ചില അത് ഏതൊക്കെയാന്നുള്ളത് ആ കമ്പനിക്ക് തീരുമാനിക്കാം. ഏതൊക്കെ രോഗങ്ങള് എങ്ങനെയാന്നുള്ളതൊക്കെ ആ കമ്പനി, ഇൻഷുറൻസ് കമ്പനിയാണ് അവർ തീരുമാനിക്കുന്നത്. അവരുടെ പോളിസിയിൽ കൃത്യമായിട്ട് പറയും. അപ്പൊ ചിലപ്പോ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് കൊടുക്കും. ഇത്ര
കാലയളവിൽ ഒരു രോഗം വന്നിട്ടില്ല, ഈ കാലയളവില് ഇപ്പൊ നമ്മളെ ഇപ്പൊ ഞാൻ ഇന്ന് പോളിസി എടുക്കാം, അപ്പൊ ഇതിന് മുന്നേ 6 മാസത്തിനുള്ളിൽ അയാൾക്ക് ആ രോഗം വന്നിട്ടില്ല. മനസ്സിലായോ? ഇത്ര കാലയളവില് അയാൾക്ക് രോഗം വന്നിട്ടില്ല, അയാൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അതായത് കുഴപ്പമില്ല, ഞങ്ങൾ കവറേജ്, അപ്പൊ അതിനുശേഷം വരികയാണെങ്കിൽ ഞങ്ങൾ കവറേജ് തരാം. ഇപ്പൊ പോളിസി എടുക്കുന്നതിന് മുന്നേ 6 മാസം മുമ്പ് നിങ്ങൾക്ക് യാതൊരു അസുഖവും ഉണ്ടാവാൻ പാടില്ല. ആ പോളിസി എടുത്തതിന് ശേഷം അസുഖം വരികയാണെങ്കിൽ ഞങ്ങൾ അത് കവറേജ് തരാം. അങ്ങനെ അവര് പറയുന്നത്. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്. ഇത്ര കാലയളവിനുള്ളില് ആ രോഗം വരാൻ പാടില്ല. അതാണ് ആ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ ഇത്ര കാലയളവിനുള്ളിൽ രോഗം വരാൻ പാടില്ല. മനസ്സിലായോ? അതാണ്. അപ്പൊ അതിനുശേഷം വരികയാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ ആ കവറേജ് തന്നോളാം. 12 മുതൽ 48 മന്ത്സ് വരെയാണ് സാധാരണ പറയുന്നത്. 4 വർഷം വരെ സാധാരണ വെയിറ്റിംഗ് പീരീഡ് അവർ പറയാം. ഒരു അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോ പറയുമ്പോഴേ 1 വർഷത്തിനുള്ളിൽ ഡയബറ്റീസിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും വന്ന് അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. 1 വർഷം, ഒരു വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആ 1 വർഷത്തിനുള്ളിൽ അയാള് ഈ ഡയബറ്റീസിൻ്റെതായിട്ടുള്ള കാരണങ്ങളൊന്നും വന്ന് അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. അപ്പൊ അയാൾക്ക് ഡയബറ്റീസ് ഇല്ലല്ലോ. അപ്പൊ ഇല്ല, 1 വർഷത്തിൽ അയാൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുമൂലം അയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുമില്ല. അപ്പൊ അതിനുശേഷം ആണ് ഇങ്ങനെ വരുന്നത്. ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ അവര് കവറേജ് കൊടുത്തോളൂ. അപ്പൊ മനസ്സിലായോ? അതായത് പിന്നെ എല്ലാം നമുക്ക് ഒരു ഇതായിട്ട് പറയാൻ പറ്റില്ല അവിടെ. അത് അവര് ഓരോരുത്തരും അതിന് പറയുന്ന വെയിറ്റേജും പോളിസിയും ഇതൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പൊ ഇവിടെ പറയുന്ന വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നാ പറയുന്നത്. വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അവരപ്പൊ ഇങ്ങനെയുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ പറയല്ലേ. അതായത് അപ്പൊ അവര് പറയും ഇപ്പൊ എനിക്ക് ഷുഗർ ഉണ്ട് അല്ലെ അങ്ങനെയുള്ള ആളാണ്. അപ്പൊ അവർ ആ ഇൻഷുറൻസിന്റെ ഇതിനകത്ത് പറയും ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് മുതൽ പറയാണ് ആ 1 വർഷത്തിന് ഉള്ളില് ഇതൊന്നും വന്നിട്ട് ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറഞ്ഞ അസുഖം ഒന്നും വന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. അപ്പൊ ആ 1 വർഷം എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ പോണ ആളല്ലേ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 1 വർഷം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അതുപോലെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിനുശേഷമാണ് എനിക്ക് ആ ഒരു ഇത് വന്നത്. പോളിസി എടുത്തു, അതിനുശേഷമാണ് ആ ഡയബറ്റീസിൻ്റെതായ ഇത് വന്നത്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവണമെങ്കിൽ എന്താ എനിക്ക് ഇൻഷുറൻസ് കമ്പനി കവറേജ് തരും. മനസ്സിലായോ? അതാണ് ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നത് അവര്. ഇപ്പൊ ഞാൻ ഇന്നാട്ടോ പോളിസി എടുത്തത്. ഇന്നലെ മിനിയാന്നൊക്കെ ഞാൻ ഹോസ്പിറ്റലിലായി. ഡയബറ്റീസ് എനിക്ക് ഓൾറെഡി അപ്പൊ ഉണ്ടല്ലോ. എനിക്ക് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലായി കഴിഞ്ഞ ഇപ്പൊ ഇന്ന് പോളിസി എടുത്ത് എനിക്ക് അവർ അതിന്റെ പൈസ തരുമോ? ഇല്ല. അതാണ് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് അവർ പറയുന്നേക്കുന്നത്. അത് പലതായിരിക്കും. ബിറ്റ്വീൻ 12 to 48, അതായത് 4 വർഷം വരെയൊക്കെ ചിലപ്പോൾ വെയിറ്റിംഗ് പീരീഡ് പറയാം. അപ്പൊ ആ 4 വർഷത്തിന് ഉള്ളിൽ അയാൾക്ക് അസുഖം വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അസുഖം വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അവിടെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വേണമെങ്കിൽ ഒന്നുകൂടി ഞാനത് ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു വെച്ചേട്ടോ. അവിടെ നമ്മുടെ എവിടെ വരെയാ? ഹെൽത്ത് സപ്ലിമെന്റ്സ് വരെ ഇല്ലേ? ഹെൽത്ത് സപ്ലിമെന്റ്സ് അവിടെ വരെ നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ബാക്കി നമുക്ക് പറയാം. താങ്ക് യു.